ഇതൊക്കെ ശരിക്കും കാണിച്ചില്ലെങ്കിൽ പിന്നെ മോശമായി പോകും. 5 ഡിഫറെന്റ് ഷെയ്ഡാണ്. അതുപോലെ കസവിലാണ് വിത്ത് ബ്ലൗസിൽ കേട്ടോ. സാരിനെ കുറിച്ച് എന്താ പറയാ? അതിൽ സെപ്പറേറ്റ് ബ്ലൗസും കൂടി ഉണ്ട് കേട്ടോ. സെറ്റും ഉണ്ടിൽ തന്നെ ഇത്രയും വെറൈറ്റി. അപ്പോൾ സെറ്റ് സരിയിലൊക്കെ ആ ഒരു ഷെയ്ഡിങ്ങിൽ ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ഓണം തുടങ്ങി തോന്നുന്നുണ്ട്. ഓണം തുടങ്ങിയാ ഈ ഒരു സെയിം കളറിൽ തന്നെ ഇത്രയും വെറൈറ്റീസോ? മുന്താണി ഡിഫറെന്റ് അല്ല, ഉള്ളിൽ ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു പേരിട്ടല്ല. ഇത് നമ്മള് കലങ്കാരിയില് പാച്ച് വെച്ചിട്ട്. പിന്നെ ഇവിടെ തന്നെ ഓരോരോ സാമ്പിൾ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സെമി അംബ്രേലയില് ഫ്രിൽ വർക്ക് വന്നിട്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസൈനിങ് ടീം അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. സെക്ഷനാണ് ഇതൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ഫുൾ ലൈൻ വന്നിട്ട് മാത്രം കൊടുത്തു. സെയിൽസിനുള്ളത് വേറെ, അതുക്കും മേലെ 3 ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് വരും. സ്ലീവിനും വർക്ക് വരും, അതേപോലെ തന്നെ മുണ്ടിനും വർക്ക് വരും. കാണിച്ചതിൽ തന്നെ വേറെ ഒരു ചെറിയൊരു ഡിസൈൻസ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. കൊച്ചു കേരളത്തിൽ കൊച്ചു കട അല്ലേ? അത് തിരുത്തേണ്ടി വരും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ മൊത്തം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് ഫുൾ കേരള ട്രഡീഷണൽ വെയർസ്. അതിൽ സാരി, സെറ്റുമുണ്ട്, ധോത്തീസ്, അങ്ങനെ പലതരം വെറൈറ്റീസ്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പ് എന്ന് പറയുമ്പോൾ വെഗാസ് വൈശാലി അവരുടെ ഗോഡൗണിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രസ് ക്ലബ് റോഡിൽ വെഗാസ് വൈശാലി. അപ്പോൾ നമുക്കൊന്ന് കയറിയാലോ? നമ്മളിപ്പോൾ അവരുടെ ഗോഡൗണിലേക്ക് വന്നിരിക്കുന്ന കടയിൽ നല്ല തിരക്കും പുറത്ത് നല്ല മഴയും. അപ്പോൾ കളക്ഷൻസ് എന്തായാലും കാണിക്കാണ്ട് പറ്റില്ല. അപ്പോൾ നല്ല വെറൈറ്റി കളക്ഷൻസ് ഗോഡൗണിൽ സമാധാനമായിട്ട് ഇരുന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മുകളിലേക്ക് പോയിട്ട് കാണാം കേട്ടോ. സ്റ്റോക്ക് വെക്കുന്ന ഗോഡൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആറ്റം ടോപ്പ് ഫ്ലോറിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഡിസൈനിങ് ടീം, അതുപോലെ ഷൂട്ട് നടക്കുന്ന സ്ഥലം, ഓരോരോ ഫോട്ടോസൊക്കെ ഇവർക്ക് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ തന്നെ ഓരോരോ സാമ്പിൾ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്യാവശ്യം ഇവർക്ക് ഓണം തുടങ്ങി തോന്നുന്നുണ്ട്. ഓണം തുടങ്ങിയാ നമ്മളെന്താ മുണ്ടിടാതെ? ആവട്ടെ. അങ്ങനെ ഓണത്തിന്റെ നല്ല കളക്ഷൻസ് ഒക്കെ വന്നോണ്ടിരിക്കണേ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ പിടിച്ചിട്ടൊന്ന് കാണാം. വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ ഇവിടെ ഒരാളും കൂടി ഉണ്ട്. ഇങ്ങോട്ട് ആയോ? എല്ലാവരും തിരക്കിലാണ്. ഒരു ഹായ് പറഞ്ഞേക്ക് ജസ്റ്റ്. അങ്ങനെ അപ്പം 2-3 പേരൊക്കെ ഉള്ള, ബാക്കിയുള്ളവരൊക്കെ കടയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതാ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി ഓണത്തിൻ്റെ നല്ല വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കാണിക്കാനായിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെയാണ്. എന്താ രസം നോക്ക്. 2 ആള് അടിപൊളി. ഓണം തുടങ്ങിയില്ലേ? സൂപ്പർ. വെൽക്കം. അപ്പൊ ഞങ്ങളുടെ ഓണം ഇവിടെ തുടങ്ങിയാണെന്നല്ല, തുടങ്ങി. ഞാനും ഇട്ടിരിക്കണത് ഇവരുടെ ഒരു സാരി തന്നെയാണ് കേട്ടോ. ഈ സാരിനെ കുറിച്ച് എന്താ പറയാ? സാരി ഇട്ടിട്ട് ഗ്ലാമർ ആയി തന്നെ, അല്ലാണ്ട് എന്റെ ഗ്ലാമർ ആണെന്നല്ല പറയണേ. ഗ്ലാമർ കൂടിയത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള മുണ്ട്. ഈ മുണ്ടിനെ കുറിച്ച് പറയാനുള്ളത് എന്താ? ഷെയ്ഡഡ് മുണ്ട് ഇപ്പൊ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ജെൻസിന് ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഈ ഓണത്തിന് അടിച്ചു പൊളിക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങള് മുണ്ടിലും കൂടി ജെൻസിന്റെ മുണ്ടിലും കൂടി ഞങ്ങൾ ചെയ്തതാണ്. അപ്പൊ അത് ഒരുപാട് 5 കളേഴ്സാണ് വരുന്നത്. അപ്പൊ അതും ഞങ്ങള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ജെൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഇപ്പൊ ഷെയ്ഡഡ് മുണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ജെൻസിന്റെ കുർത്തയും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പൊ അതാണ് ഇപ്പൊ ജെൻസിന് കിട്ടാനുള്ളത്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്. ഇതേപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരേപോലെ എല്ലാ സത്യങ്ങളും നടക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് എന്താ വെറൈറ്റി കാണിക്കുന്നത്? ഇപ്പൊ ഒരുപാട് കേരള സാരി, സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതാണോ കളേഴ്സ് എന്ന് പറയണത്? സെറ്റ് മുണ്ടിന്റെ കളേഴ്സ്. ഓക്കെ. ഇവിടെ ഒന്ന് ഇട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ. ഇവിടെ ആകുമ്പോ സമാധാനമായിട്ടിരുന്ന കടയിലൊക്കെ എന്താ തിരക്ക്, അടക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ ഉള്ള കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 5 ഷെയ്ഡെങ്കിലും ഉണ്ടാവില്ല അല്ലേ? 5 ഡിഫറെന്റ് ഷെയ്ഡാണ്. അതുപോലെ കസവിലാണ് ഇത് ഫുൾ മുണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് മാച്ചിങ് ഷർട്ടോ കുർത്തിയോ എന്ത് വേണമെങ്കിലും. അതെ, ഒരു വെറൈറ്റിയില് കയറി പിടിച്ചോട്ടെ. അങ്ങനെ വെറൈറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ ആണുങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു 5 ഷെയ്ഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് ജെൻസിന് പറ്റിയിട്ടുള്ള പുതിയ ട്രെൻഡി കളക്ഷൻസ്. ഇനി റേറ്റ് കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിലൊന്ന്
വിളിച്ച് നേരെ വേഗസ് വൈശാലിലേക്ക് വരിക. ഞങ്ങൾ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു. അല്ലാണ്ട് സ്ക്രീനിൽ വിളിച്ച നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ റേറ്റ് എടുത്ത് പറയുന്നില്ല. അപ്പൊ ഇനി അടുത്ത കളക്ഷൻസിലേക്ക് കിടക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറ്റ് മുണ്ടിലാണ്. ഓക്കെ, സെയിം ഇതന്നെ. സെയിം ഉണ്ട്, അത് കാണിച്ചു തരാം. വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളല്ല ആദ്യം കാണിക്കേണ്ടത്. അതെ അതെ, അതായത് കലങ്കാരി സ്റ്റൈൽ പ്രിന്റില് സെറ്റ് മുണ്ട് ചെയ്തിരിക്കുകയാണ്. ഓ, പ്രിന്റ് ആണല്ലേ ഇത്? ഓക്കെ, പ്രിന്റ് ആണ് വരുന്നത്. പ്രിന്റിലാണ് ഇതില്. ടിഷ്യൂല് ഓക്കെ, ടിഷ്യൂല് പ്രിന്റ് സെറ്റ് മുണ്ട് അല്ലേ? അടിപൊളി വെറൈറ്റി ആണല്ലോ. ഇതിന് കളേഴ്സ് ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ആ കളർ മൊത്തം നമ്മൾ എടുക്കേണ്ടി വരും, കാരണം ഇത് ഹോൾസെയിലാണ്, ബൾക്കായിട്ട് തന്നെ എടുക്കണം. അത് ഈ കലംകാരിയിൽ തന്നെ പ്രിന്റിന്റെ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കും. ഇത് കലംകാരി അല്ല, ഇത് വേറൊരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ടിഷ്യൂല് തന്നെ. അടിപൊളി. അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് ഡിഫറെന്റ് കളേഴ്സ്. ഇതൊക്കെ സെറ്റ് മുണ്ടിൽ. ഇനി സെറ്റ് സാരി ചോദിക്കുകയാണെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇഷ്ടം. അടുത്തൊരു ഡിസൈനും കൂടി. അടുത്തൊരു ഡിസൈൻ. ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ്. അതിൽ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ, വെറൈറ്റി കളേഴ്സ്. അപ്പോൾ ഓണത്തിൻ്റെ പർച്ചേസിങ്ങിൽ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. സാമ്പിൾ വെടിക്കെട്ടാണ് കാണിക്കുന്നത്. അതെ, ഇനിയും വെറൈറ്റീസ് ഉണ്ട്. അതെ, അപ്പൊ ഈ പ്രാവശ്യം ഓണം അങ്ങോട്ട് പൊളിക്കാൻ നോക്കുക അല്ലേ? അതെ, നേരത്തെ കാണിച്ചത് ടിഷ്യൂലാണെങ്കിൽ ഇത് നമ്മള് കലങ്കാരിയില് പാച്ച് വെച്ചിട്ട്. ഇത് കോട്ടന്റെ പക്ക ഒരു ക്രീം ഷെയ്ഡിൽ അതിൽ പാച്ച് വർക്ക്. പിന്നെ അതിന്റെ ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു പീസ് ബ്ലൗസ് ഇങ്ങനെ വരും. അപ്പൊ ഇത് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ്. ഇതൊക്കെ കളേഴ്സ് ആണ്. അപ്പൊ ഏതെടുത്താലും എങ്ങനെയായാലും ഈസി ആയിട്ട് വിറ്റ് പോകാൻ പറ്റും, കാരണം ഒക്കെ ഡിഫറെന്റ് ആണല്ലോ വരുന്നത്. കളേഴ്സ് ആണ് വരുന്നത്. പ്രിന്റും മാറും, ഒരേ പ്രിന്റ് തന്നെ ചെയ്യുന്നില്ല, പല പല പ്രിന്റുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അടിപൊളിയാണല്ലോ. ബ്രിക്ക് ഷെയ്ഡില് ആ ഒരു ഷെയ്ഡിങ്ങിൽ ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പ്രിന്റ് അടിപൊളിയായിട്ടുണ്ട്. അതിൽ ഡിഫറെന്റ് ഗ്രീൻ, റെഡ്, ബ്രിക്ക് ഷെയ്ഡ്, വയലറ്റ്, ഇതൊക്കെയാണ് ഷെയ്ഡ്സ്. ഈ 4 എടുക്കണം അല്ലേ? ഇല്ല, ഇത് 4 അല്ലല്ല, ഇതില് വ്യത്യാസമുണ്ട്. ഇതില് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കരയ്ക്ക് വ്യത്യാസം വന്നിട്ട് പ്രിന്റ് സെയിം ആയിരിക്കും, ഇതിൽ കരയുടെ വ്യത്യാസമാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അടുത്ത ഷെയ്ഡ് നോക്കാം നമുക്ക്. അടുത്തത് എന്ന് വെച്ചാൽ പാച്ച് വർക്ക് ചെയ്ത ടൈലും അതിൽ ത്രെഡ് വർക്കിലും വരുന്നുണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റി. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് തരൂ. സിമ്പിൾ ആയിട്ടുള്ളത് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ളത് ഒരു ടെമ്പിൾ ഡിസൈൻ വേണമെങ്കിൽ പറയാം. അതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ആണ് ഈ കാണുന്നത്. 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. 5 കളർ ഉണ്ടാവും. 5 കളർ മൊത്തത്തിൽ എടുക്കണം എന്ന് നിർബന്ധമാണ്, കാരണം ഇത് ഹോൾസെയിലാണ്. വേഗ സ്പെഷ്യലി നമ്മുടെ ശരിക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്തേ. എറണാകുളം, കേരളത്തിലാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ എങ്ങനെയാ മീറ്റർ വൈസ് ഒക്കെ എങ്ങനെയാ വരിക? മറ്റേ 2.80 അതാ ചോദിച്ചാ. അവർ രണ്ടും ഉണ്ട് അല്ലേ? അതിൽ സെപ്പറേറ്റ് ബ്ലൗസും കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ. കോട്ടൺ, പ്യുവർ കോട്ടൺ. പ്യുവർ കോട്ടണിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഡബിൾ ഷെയ്ഡിൽ തന്നെ. അത് എല്ലായിടത്തും കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അതിന് പിന്നെ വെറൈറ്റി എന്ന് പറയാനില്ല, എല്ലായിടത്തും ഉള്ള സംഭവം. അതെ. പിന്നെ ഉള്ള വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കസവ് കാണിച്ചാൽ പോരാ, ഇതിൻ്റെ ആ ഒരു പ്രിന്റ് കാണിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ ആ ഒരു പ്രിന്റിലാണ് കാര്യം. ഇതൊക്കെ ശരിക്കും കാണിച്ചില്ലെങ്കിൽ പിന്നെ മോശമായി പോകും. കാരണം അതിൻ്റെ ആ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഇത് സെറ്റും മുണ്ടിലാണ് കേട്ടോ ഇപ്പം മൊത്തം കാണിക്കുന്നത്. വെറൈറ്റീസ് ഇപ്പം ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിഫറെന്റ്
ശരിക്കും നിവർത്തുമ്പോൾ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ? ഇതൊക്കെ നോക്കിയേ, ബ്ലാക്കില് ഒരു ഗോൾഡൻ, അങ്ങനെ ഷെയ്ഡിങ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കളേഴ്സിലാണ് വരുന്നത്. ഇനി കസവല് വേണമെന്ന് വെച്ചാൽ കസവിന്റെ വീതി, അതെ, കസവിന്റെ വീതി കൂടിയതും വീതി കുറവുള്ളതും 1 ഇഞ്ച് മുതൽ ഒരു 6 ഇഞ്ച് വരെ വെറൈറ്റീസ് ഉണ്ട്. അത് ജസ്റ്റ് കാണിക്കുന്നത് മാത്രമല്ല, എത്ര ഇഞ്ചിന്റെ വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ഇഞ്ചിന്റെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് കളറിൽ ടിഷ്യൂല് വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്, രണ്ട് മെറ്റീരിയൽ, കോട്ടണിൽ 2 മെറ്റീരിയലാണ് സിൽവറിന്. ഇനി അടുത്ത പ്രിന്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു ഫോയിലിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബ്ലാക്കൊക്കെ ശരിക്കും ഇങ്ങനെ ലുക്കാണ്. അതൊക്കെ തുറന്നിങ്ങനെ നിവർന്നാൽ അതിൻ്റെ ഒരു ഭംഗി കാണുള്ളൂ കേട്ടോ. ഉടുത്ത് വരുമ്പോൾ ഒരു രസം വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഡിഫറെൻ്റ് ഒരു ഡിസൈൻസ് വരുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ ഡിസൈൻസ് ഉണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടത് ഗോൾഡൻ ആണെങ്കിൽ ഇത് സിൽവറിലാണ്. വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് കുറച്ച് സ്പീഡാവണം കേട്ടോ ഞങ്ങൾ കാണിക്കാനായിട്ട്. ഈ ഒരു സെയിം കളറിൽ തന്നെ ഇത്രയും വെറൈറ്റീസോ പ്രിന്റുകളാണ് കണ്ടോ, ഒക്കെ സെയിം ഷെയ്ഡിങ്ങിൽ തന്നെയാണ് കേട്ടോ, പക്ഷെ ഡിഫറെന്റ് കൊടുത്തിരിക്കുന്നത്. മറും പിന്നെ എല്ലാവരും കയ്യിൽ ആ ഒരു ബ്ലൗസ് ഉണ്ടാവും. അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബോർഡർ ആയിട്ട് ഫീൽ ചെയ്യില്ല, എന്നാൽ ബോർഡർ ഉണ്ട് താനോ, മൾട്ടി ഷെയ്ഡ്, കസവൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാണ്. ചെറിയൊരു പ്രിന്റിംഗ് കൊടുത്തിട്ടുണ്ട്, ബീഫിന്റെ പ്രിന്റിംഗ് കൊടുത്തിട്ടുണ്ട് മാത്രമേ. ഇതില് കളേഴ്സ് ഇങ്ങനെ മാറും കേട്ടോ. ഇലരെ ഇതൊരു 3 ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് വരും. ഇതിന്റെ ഇലരെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇതാണെങ്കിൽ ഇത് അതെ അല്ലേ, 3-4 കളേഴ്സിന്റെ കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിങ്. ഇത് നോക്കിയേ, ഇനി പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നത്, അതിൽ കസവ്, അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ നേരിട്ട് ഇത് വേറെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് കേട്ടോ. മൊത്തത്തിൽ 5 ഷെയ്ഡ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ 5 ഷെയ്ഡ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടിഷ്യൂലാണ് ഇത് വരുന്നത്. അടുത്തത് ടിഷ്യൂലാണ് കേട്ടോ. സെറ്റ് മുണ്ടിൽ തന്നെ ഇത്രയും വെറൈറ്റി. അപ്പോൾ സെറ്റ് സരിയിലൊക്കെയാ വെറൈറ്റീസ് കിടക്കണല്ലോ കണ്ടോ. ഞാൻ പറഞ്ഞു നമ്മളെല്ലാം വീഡിയോയിൽ കാണിക്കുന്നില്ല, കുറച്ച് അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആവശ്യമുള്ള സാധനങ്ങൾക്ക് വരണമെങ്കിൽ ഡയറക്റ്റ് വേഗ സോഷ്യലിക്ക് തന്നെ വരേണ്ടി വരും. എറണാകുളത്ത് പ്രസ് ക്ലബ് റൂട്ടിലാണ് കേട്ടോ കാണിക്കാനുള്ളത്. അതെ, കസവിന്റെ ഫുൾ ജക്കാർഡ് വരുന്ന സ്റ്റൈലുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഷെൽമി എടുത്തിരിക്കുന്നതിന്റെ ചെറിയൊരു ലൈൻസ് വരുന്ന എന്റെ കുറച്ച് വീതി കൂടിയ ടൈപ്പ് സെറ്റ് സാരിയാണ്. അത് കുറച്ചുകൂടി സെയിം തന്നെയുണ്ട്, പിന്നെ അതിന്റെ കുറച്ച് ലൈൻ കുറച്ചും കൂടി ചെറുതാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ പല്ലൂല് ഇങ്ങനെ ഒരു ചെക്കൊക്കെ വരുന്നുണ്ട്. അതിൽ ഇല്ല, അതിൽ നമുക്ക് ഇങ്ങനെ വലിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്ട്രൈപ്സ്, ചെറിയ സ്ട്രൈപ്സും ഉണ്ട്, ഗ്യാപ്പ് കുറഞ്ഞത്, 2 ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് ടിഷ്യൂല്, മറ്റേതാകുമ്പോൾ വൈറ്റില്, അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും എത്ര കാലമായാലും നമുക്ക് ബ്ലൗസ് മാറ്റി യൂസ് ചെയ്യാം എപ്പോഴും. ആ ട്രെൻഡ് കഴിഞ്ഞു, അതെ, മറ്റേത് ട്രെൻഡ് കഴിഞ്ഞാൽ പിന്നെ അതെ ഏത് ബ്ലൗസ് വേണമെങ്കിൽ. സത്യം, ഞാനും അത് കാരണം ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഇതാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ബ്ലൗസ് വെച്ചിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സാരീസ് ഇഷ്ടം പോലെയുണ്ട്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് വർക്കിൽ അതിൽ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസും അവൈലബിൾ ആണ് കേട്ടോ. ബ്ലൗസിൽ സ്ലീവിന് വർക്ക് വരും, അതേപോലെ തന്നെ മുണ്ടിനും വർക്ക് വരും, ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ തന്നെ കളർ ഡിഫറെൻറ്റ്. ഹാൻഡ് വർക്കിലും ഉണ്ട് വെറൈറ്റീസ്. ഇതിലും ഒരു 15 വർക്ക് നമ്മുടെ കയ്യിൽ. ഓക്കെ, 4 കളർ 5 കളർ അങ്ങനെ വർക്കുകൾ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് പാച്ച് വർക്കിൽ വരുന്നതാണ്. ഇതിൻ്റെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, പിന്നെ ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ്, റെഡ് ബ്ലൗസ്, സെയിം ആ മാച്ചിങ് അതിനോട് കൂടിയിട്ട്. അതിൻ്റെ തന്നെ നമുക്ക് കളേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്ലാക്കിഷ് വരുന്നുണ്ട്, ഒരു നേവി ബ്ലൂവിൽ വരുന്നുണ്ട്, വീണ്ടും ഒരു
നേവി ബ്ലൂ തന്നെ ഇല്ല, മൂന്ന് കളേഴ്സ് ഉള്ളൂ. 3 കളേഴ്സ് 3 ഡിസൈൻ അങ്ങനെ. 3 കളേഴ്സ് 3 ഡിസൈൻസ്. അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസും കൂടി ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതെന്താ നല്ല ഓറഞ്ച് ബ്ലൂ, ഇതിന്റെ ആ ഒരു ബോർഡർ ആയിട്ടോ നന്നായിക്കണത്. ആ ഒരു കസവും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒറ്റ ഷെയ്ഡ് നമ്മള് യൂണിഫോമിനായിട്ട് ചെയ്യുന്ന ഒരു സാധനം. കസ്റ്റമറിന്റെ കളേഴ്സ് വേറെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കും. ഓക്കെ ഓക്കെ, സെയിം. ഓക്കെ, ഇതില് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ കോപ്പർ റോസ് ഗോൾഡ് കോപ്പർ, ആ ഒരു സട്ടലൈറ്റ് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. സട്ടല അപ്പൊ അത് സ്മോൾ ചെക്കിൽ വരുന്നുണ്ട്, വലിയ ചെക്കിൽ വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. ഇത്രയും ഡിസൈൻസ് ആണ് ഇപ്പൊ നമ്മള് കണ്ടത്. അത് കൊതിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇനിയും ഒരുപാട് ഡിസൈൻസുകളുണ്ട്. അതൊക്കെ ഡയറക്റ്റ് വേഗസോയിലേക്ക് വരണം, നിർബന്ധമാണ്. അതെ, വന്നിരിക്കണം. ഓക്കെ, അപ്പൊ വരേണ്ട സ്ഥലം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അവർ പ്രൈസ് കാര്യങ്ങളൊന്നും വീഡിയോയിൽ വിളിച്ച് ചോദിക്കരുത്. വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് എത്ര അതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഡയറക്റ്റ് വന്ന് മാത്രം എടുക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതാരും. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടത് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. ഇത് കൂടാണ്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് കാണണമെങ്കിൽ നേരിട്ട് വന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാരീസിന്റെ വെറൈറ്റീസ്. കവിത ചേച്ചി സാരി എവിടെ? സാരീസ് ഇതേ ചേച്ചി ഇങ്ങനെ കെട്ടായിട്ട്. ചേച്ചിനെ ഒന്നും എടുക്കുക, ആരും എടുത്തിട്ടില്ല ചേച്ചിനെ. കെട്ടായിട്ട് കൊണ്ടുവരുന്നുണ്ട് ചേച്ചി. ചേച്ചി കൊടുത്തിരിക്കുന്ന സാരീനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേ. നല്ലൊരു അടിപൊളി പ്രിന്റ് ഒക്കെ ആയിട്ട് സെറ്റും ഉണ്ടാ. വാ എന്തായാലും ഓണം അങ്ങോട്ട് തകർക്കാൻ നമുക്കതാ. മ്യൂറല്ലേ? അതെ അതെ, നമ്മള് ചുടിദാറിൽ കാണുന്ന പോലെ അല്ല, സാരി കൊടുത്തപ്പോ ഒരു വ്യത്യസ്തയായി, ഒരു ഗ്ലാമർ കൂടിയെന്ന്. എന്തായാലും ഓണത്തിന് പറയുമ്പോൾ എല്ലാരും ഇങ്ങനെ ഉടുക്കുമ്പോ എല്ലാവർക്കും ഒരു ഐശ്വര്യം വേറെ തന്നെയാണ് കേട്ടോ, എല്ലാരും പെണ്ണുങ്ങൾ ഉടുക്കുമ്പോ. അപ്പൊ ഞാൻ അടുത്തേക്ക് കിടക്കാം. നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് സാരീസ്, ടിഷ്യൂന്റെ സാരി, അതില് ചെറിയൊരു പ്രിന്റിംഗ് കൊടുത്തിരിക്കുന്നത് മാത്രമേ നമ്മള് കളേഴ്സ് ആണ് കേട്ടോ. ഇത്രയും കളേഴ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അത് വിത്ത് ടെക്സ്റ്റൈൽ കളർ വരും, ഡിസൈൻസ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഡിസൈൻസും വരും. അതും വിത്ത് ടെക്സ്റ്റൈൽസ് അടക്കമാണ്. ഇനി ബ്ലൗസ് വരുമ്പോ ഇതിന്റെ കൂടെ ഇതിന് ബ്ലൗസ് ഇല്ല. ഇതിന് 5.5 മീറ്റർ സാരി മാത്രമേ ഉള്ളൂ. കാരണം ഇതിന്റെ ബ്ലൗസ് മിക്കവരുടെ കയ്യിലുണ്ടാവും. ടെക്സ്റ്റൈൽസിന്റെ കളേഴ്സ് ആയിരിക്കും മിക്കവരും യൂസ് ചെയ്യുന്നത്. ഇനി അതില്ലാതുണ്ടെങ്കിൽ ഗോൾഡൻ ടിഷ്യൂ യൂസ് ചെയ്യാം. അങ്ങനെ മിക്സ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നല്ലേ. അപ്പൊ അതിന്റെ ഡിഫറെന്റ് 3 ഡിസൈൻസ് ആണ് ഉള്ളത് നമ്മുടെ കയ്യിൽ. 3 നല്ല അടിപൊളി ഡിസൈൻസുകളാണ്. അത് ബോർഡറിലും വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ബോർഡറിലും കയറിയിട്ടുണ്ട് അത്യാവശ്യത്തിന്. ടിഷ്യൂന്റെ ഈ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടിഷ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടിഷ്യൂ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഉടുക്കുമ്പോൾ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഈ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും അധികം പ്രിൻറ്റുകൾ മാറി 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 ഇങ്ങനെ വരും. ഇനി വിത്ത് ബ്ലൗസിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ വിത്ത് ബ്ലൗസിലും അവൈലബിൾ. ഫുൾ ചെക്ക് സ്റ്റൈലിൽ വരുന്നതാണ്. വിത്ത് ടെസൽസ് ആയിട്ട് വരുന്നത്. കളേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് കളേഴ്സുകളുണ്ട് ഇതിൽ. കളേഴ്സ് ഇഷ്ടം പോലെ അല്ലേ? പേസ്റ്റൽ വേണോ, ഡാർക്ക് വേണോ? ഏത് കളേഴ്സ് വേണമെങ്കിലും ഓക്കെ. അതും ഇതിപ്പോൾ കാണിക്കുന്നത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ, ഐറ്റം ആണ് കാണിക്കുന്നത്. ഇത് നല്ലൊരു ചെക്ക് ആണ് വന്നിരിക്കുന്നത്, ബോർഡറിലൊക്കെ വന്നിരിക്കുന്നത് നല്ലൊരു ചെക്ക് സ്റ്റൈലാണ്. നമ്മള് കസുവയിലൊക്കെ വലിയ വലിയ ബോക്സ് വർക്കൊക്കെ കാണില്ലേ, ഈ സോഫ്റ്റ് സിൽക്കില് കാഞ്ചീപുരത്തിലൊക്കെ അതേപോലത്തെ ഡിസൈൻസ് ആണ് കരയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതും അതേപോലെ തന്നെ ഫുൾ ടിഷ്യൂല് വരുന്ന ഒരു ഐറ്റം ആണ്. ഇത് കസുവില് 2 ഷെയ്ഡിങ് വന്നിട്ടുണ്ട് ഇതില്. ഓ, ഇതിന്റെ ബോർഡർ അടിപൊളി ഉണ്ടല്ലേ. സാധാരണ എല്ലാവരും ഇങ്ങനത്തെ ഒരു പ്ലെയിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളതിന്റെ അടിയിലൊരു വേറെ ലൈൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ കസു മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ ലൈൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, നല്ലൊരു ബ്ലൂ വരുന്നുണ്ട്, നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട് അതില്. പിന്നെ നല്ലൊരു റാണി പിങ്ക് കളേഴ്സ് വരുന്നുണ്ട്. വീണ്ടും നല്ലൊരു ഫിറോസി ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ വരുന്നുണ്ട്. ഇതിലൊക്കെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ടല്ലോ. കളേഴ്സ് വേണ്ട. അപ്പൊ ഈ കളർ എല്ലാതും എടുക്കണോ? കടക്കാരി എടുക്കുമ്പോ എല്ലാതും ഇതെങ്ങനെയാണ് 2 പീസ് 3 പീസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഓക്കെ.
ഇതിപ്പോൾ കാണിച്ചത് വിത്ത് ബ്ലൗസ്. അപ്പോൾ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്, വിത്തൗട്ട് ബ്ലൗസ് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് വീവിങ്ങിലാണ് ഫുള്ള്. വീവിങ്ങിൽ വരുന്നത് ഐറ്റം ലൈൻസ് വന്ന് ബോഡി കംപ്ലീറ്റ് നമ്മൾ ലൈൻസ് കൊടുത്തിട്ട് ഫുള്ള് ലൈൻസ് വന്ന് അതിന്റെ മുന്താണ്ട് ഭാഗത്ത് നല്ലൊരു ജെറി കൊടുത്തിട്ട് നല്ലൊരു വീവിങ് കൂടി കൊടുത്തതിനകത്ത് അതിന് നല്ല വീവിങ്ങിൽ നല്ല നല്ല കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. മെറൂൺ, നേവി ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, അതും ഒക്കെ നല്ല നല്ല ഷെയ്ഡുകളും നല്ല വീവിങ്ങോട് കൂടിയിട്ട് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്ന വർക്കും കാര്യങ്ങൾ. ടെസൽസ് ആണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡ് തോന്നുന്നുണ്ട്. പിന്നെ ഉണ്ട് ഇപ്പൊ കൂടുതൽ. അത് സാരീസിന് മാത്രമല്ല കേട്ടോ, സെറ്റും ഉണ്ടിലും അങ്ങനെ എല്ലാത്തിലും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസിൽ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ സാരി ഉടുത്തപ്പോൾ ഉള്ള ഒരു ഫീലിംഗ് പറയട്ടെ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്കിങ്ങനെ നന്നായി ഒതുങ്ങി കിടക്കും. ആ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇപ്പോൾ സാരീസ് മൊത്തം വരുന്നത്. ആദ്യമൊക്കെ എനിക്ക് സെറ്റ് മുണ്ട് കൊടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യം. ഫ്രണ്ട് പോർഷനൊക്കെ ഇങ്ങനെ നിൽക്കും, അടി പോർഷൻ. ഇപ്പം അങ്ങനെയില്ലേ, ഇപ്പൊ ഒക്കെ എന്ന് പറയുമ്പോൾ നല്ല ഒതുങ്ങി കിടക്കുന്ന കാരണം ഉടുക്കാനും സുഖം. നമുക്കിപ്പോൾ കുർത്തീസിന്റെ പോലെ തന്നെ ഇതും വെയർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാരീസിലൊക്കെ എന്നെ കാണാന്ന്. ഇഷ്ടം പോലെ കളേഴ്സ്, ഇഷ്ടം പോലെ വെറൈറ്റീസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ കളർ ഓപ്ഷൻസ് വരുന്നത്. ഇതൊക്കെ നമുക്ക് കസവില് ആ ഒരു കളർ ഷെയ്ഡിങ് ആണ്. ഓക്കെ. ഇനി വരുന്ന കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഫുൾ വീവിങ്ങിലാണ് വരുന്നത് വിത്ത് ഡിഫറെന്റ് കളർ ഓപ്ഷൻസ്. 4 ഷെയ്ഡ് അങ്ങോട്ട് ഇതിൽ വരുന്നുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പൊ ഈ സെറ്റ് സാരി സെറ്റ് മുണ്ട് വിട്ടിട്ട് നമുക്ക് കുർത്തീസ് അങ്ങനത്തെ ഒക്കെ കാണിക്കാം. ഇത് ഫുൾ ഗോൾഡൻ ടിഷ്യൂല് വരുന്നതാണ്. ടിഷ്യൂല് ടെമ്പിളുടെ വർക്കാണ് ബോർഡറിൽ കൊടുത്തിരിക്കുന്ന വർക്ക്. അതുപോലെ ചെക്ക് ബോഡി വരുന്നത്. ഫുൾ ചെക്ക് വന്നിട്ട് ടെമ്പിൾ ബോർഡർ വന്നിട്ടുണ്ട്, പ്ലെയിൻ മുന്താണിക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് പല പല വെറൈറ്റിയിൽ കാണാൻ പറ്റും. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതിന്റെ എല്ലാം സെപ്പറേറ്റ് തന്നെ കാണിച്ചു കൊടുക്കണം നമുക്ക്. അതെ, ഇതൊക്കെ റെഗുലർ ഐറ്റംസ് ആണ്. പക്ഷെ എന്നാല് ചിലർക്ക് ഇത് മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ കളർ ഇങ്ങനെ താല്പര്യമില്ലാത്തവരെ, കളർ മാത്രം താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതും ടെമ്പിളിന്റെ തന്നെ വരുന്നത്. അതിൽ ചെറിയ ചെക്കിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഇതില് പിങ്ക് ചെറിയിൽ വരുന്നുണ്ട്. പിങ്ക് ചെറിയിൽ തന്നെ ടെമ്പിൾ. ഇതൊക്കെ നമ്മൾ കസവ് പട്ട് സാരിയിലൊക്കെ കൂടുതൽ കണ്ടിരിക്കണല്ലോ. അത് തന്നെ സെയിം നമുക്ക് കേരള ട്രഡീഷണൽ സാരീസിലും വരുന്നുണ്ട്. ഇതിന്റെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അത് ചെറിയ ചെക്ക് കാണിച്ചു. ചെക്കിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. ഇത് വലിയ ചെക്കിലാണ് വരുന്നത്. അത് ബോർഡർ വരുമ്പോൾ ഇതിൽ ടെമ്പിൾ ഡിസൈൻ ഇല്ലേ, അത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. നേരത്തെ ബോർഡർ ഉണ്ടായിരുന്നു, അത് ടെമ്പിളുടെ വർക്ക് ആയിട്ടുള്ളത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറി മാറി ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ടിഷ്യൂല്. പെണ്ണുങ്ങൾക്ക് പറയുമ്പോൾ പിന്നെ സാരി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് കൊതിയായിട്ട് വയ്യ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഭാര്യമാരെ കൊടുത്ത് വരുമ്പോൾ കാണാനുള്ള ഒരു ആഗ്രഹം അല്ലേ. ഇതില് സെയിം ഇത് തന്നെ ടിഷ്യൂലാണ് കേട്ടോ. അതെ, ഇഷ്ടം പോലെ ആൾക്കാർ ഇരുന്ന് അവിടെ കൊതിക്കുണ്ടാവും. പക്ഷെ കടക്കാര് മാത്രം കൊതിച്ചിട്ട് കാര്യമുള്ളൂ, റീറ്റെയിൽ ഇല്ല കേട്ടോ. ഇതാവുമ്പോ നമുക്ക് ത്രെഡിലാണ് വരുന്നത് അല്ലേ. ഉള്ളിൽ ഒരു ചെക്ക് കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്. അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഇത്രയും അധികം കളക്ഷൻസ് ഇനിയും കാണിക്കാനുണ്ട്. വീഡിയോ ലെങ്ത് ആവാണ്ടിരിക്കാൻ നമ്മൾ കുറച്ച് സാമ്പിൾസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സെയിം അത് ഇത് 2 ഷെയ്ഡ് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ബോർഡർ മുന്താണി ഡിഫറെന്റ് അല്ല, ഉള്ളിൽ ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓ അടിപൊളി. മുന്താണിക്കും ചെറിയ നമ്മളെ സ്ലീവിന് കുറച്ച് എംബ്രോയിഡറി വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്ത് ശരിക്കും അതിങ്ങനെ ഇരിക്കണതാണ് ബോർഡർ. അതെ തോന്നിക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ് ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ഒരു 15 ഡിസൈനാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ എംബ്രോയിഡറിയുടെ ത്രെഡ് വർക്കിന്റെ വരുന്നുണ്ട്. ഇതിന്റെ കളർ ഇതിന്റെ കളേഴ്സുകളാണ് വരുന്നത്. നമ്മൾ എംബ്രോയിഡറിയുടെ കളർ ഏതാണോ അതാണ് സെയിം ബ്ലൗസും കൂടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത്ര കളേഴ്സ് ഇതില് 3 കളർ കൂടെ ഉള്ളൂ. ഓക്കെ, ഇത് ഗ്രീൻ ആണ്. അപ്പൊ അതിനകത്ത് ഗ്രീൻ ബ്ലൗസ് വരുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു.
ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയാല. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയണത് നമുക്ക് മ്യൂറൽ പ്രിന്റിലാണ് കസവല് ഫുൾ ടിഷ്യൂല് മ്യൂറൽ പ്രിന്റ്. സെറ്റ് സാരിയിലാണ് കേട്ടോ വരുന്നത്. സെറ്റ് സാരിയിൽ ഇതിന്റെ പ്രിന്റ് വേറെ വേറെ വ്യത്യസ്തമായിട്ടുള്ള പ്രിന്റുകൾ. നമ്മൾ ആകെ ഒരു 3 പ്രിന്റ് ഇവിടെ കാണിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു 10-20 പ്രിന്റോളം ഇതിലുണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ വരുന്നത് പിന്നെ ഒരു മുന്താണി മാത്രം ഫുൾ പ്രിന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇത് ടിഷ്യൂല്. ഇനിയിപ്പോൾ കോട്ടണില് പാച്ച് വർക്ക്. നേരത്തെ നമ്മൾ സെറ്റ് മുണ്ടില് കണ്ടു, അത് തന്നെ സെയിം സെറ്റ് സാരിയിലും വരുന്നുണ്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. വിത്ത് ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഈ കാണുമ്പോൾ എല്ലാതും റെഡ് പക്ഷെ എല്ലാതും വ്യത്യാസമാണ്. എല്ലാതും ഡിഫറെൻറ്റ് പ്രിന്റുകൾ. ഇതും ഇതിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ. സെപ്പറേറ്റ് അപ്പോൾ ബ്ലൗസും ഉണ്ട് ഇതിൽ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുമ്പരമായിട്ട് ഇങ്ങനെ കളക്ഷൻസ്. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച ഒരു വെറൈറ്റി ഇതിപ്പോൾ കസുവിൽ തന്നെ അങ്ങനെ വെറൈറ്റീസ് കേട്ടോ. അതെ. ഇതിന് ബോർഡർ ഒരു സൈഡ് ഇങ്ങനെ വീതി കൂടിയിട്ട് അങ്ങനെയാണ് അതിന്റെ ഒരു വർക്ക്. അപ്പൊ അടി പോർഷൻ ആണ് ഇത്, കുത്തണ ഭാഗമാണ് വരുന്നത് കേട്ടോ. ഒക്കെ വിത്ത് ബ്ലൗസ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലൈൻസ് കാര്യങ്ങളുണ്ടാവും. ഇതൊരു സിൽവറിന്റെ കളക്ഷൻസ്. അതിൽ പല പല പ്രിന്റ്സിൽ വരുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ വെറൈറ്റി പ്രിന്റുകളാണ്. കളേഴ്സും വേറെ വേറെ വരുന്നുണ്ട് കേട്ടോ. ഇത് അപ്പോൾ ഇത് സിൽവറിലാണെങ്കിൽ ഇനി ഇതിന് തന്നെ നമുക്ക് ഗോൾഡനിലും വരുന്നുണ്ട്. അതിൽ അങ്ങനെ കളക്ഷൻസ്. ഇത് ഞാനെടുത്തതല്ലേ? തന്നപ്പോൾ തന്നെ മനസ്സിലായി ഇതെന്താ സംഭവമാണ്. ഞാൻ ഉടുത്ത സെയിം സാരിയുടെ അങ്ങനെ ഒരു പേരിട്ടല്ല കണ്ടാ വെറുതെ കൊതിപ്പിച്ചു. സംഭവം ഇത് പൊള്ളിയാട്ടോ. ഇത് ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര കംഫർട്ടബിൾ. കളേഴ്സ് എന്ന് പറയുമ്പോൾ ടെസൽസിൽ മാത്രമേ കളേഴ്സ് വരുന്നുള്ളൂ. അത് ആവശ്യമില്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് എടുക്കാം. മുന്താണിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതെ, അതിന് ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കണത് അടിപൊളി ഒരു മുന്താണി കണ്ടോ. ആഹാ, എന്താ രസം അല്ലേ. നല്ലൊരു തിരിച്ചു പിടിച്ചേക്ക്. ആ ഒരു റെഡിലാണ് വരുന്നത്. ഇതിലാകുമ്പോ നമുക്ക് ബോർഡറിൽ പല്ലു സ്റ്റൈലും കൂടി വരുന്നുണ്ട്. അങ്ങനെ 2 മോഡലായിട്ട് വരുന്നുണ്ട്. രണ്ടും മെറ്റീരിയൽ സെയിം തന്നെയാണ് വരുന്നത്. ഇപ്പം ഞാൻ ഇത് ഗ്രീൻ ആണ്, ഇത് ബ്ലൗസ് ഞാൻ മറൂൺ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടായിരിക്കും. എൻ്റെ കയ്യിലുള്ള ബ്ലൗസ് വെച്ച് ഒപ്പിച്ചത് കേട്ടോ. എന്ത് വേറെ വർത്തിയില്ല. അല്ല, ചിലപ്പോൾ അതും കമൻറ്റ് പറയുന്നല്ല. പക്ഷെ അതൊരു കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ അങ്ങനെയും ഉണ്ട്. അല്ല, ചിലർക്ക് ഗ്രീനും ഭംഗിയുണ്ട്. ഗ്രീനും മറൂണും പിന്നെ എപ്പോഴും ഒരു വീട്ടിലത്തെ അംഗം പോലെയാണല്ലോ, എപ്പോഴും ചേരുന്ന ഒരു കളറാണ്. പിന്നെ നമുക്ക് സാരീസ് കഴിഞ്ഞു. സാരീസിന്റെ ഇത്ര വെറൈറ്റികൾ ഇനിയും ഒരുപാട് വെറൈറ്റികളുണ്ട്. പറഞ്ഞു ഒരുപാട് വെറൈറ്റി പറഞ്ഞു ആൾക്കാർ വെറുപ്പിക്കില്ല. അല്ല, നേരിട്ട് വരുമ്പോ അവര് തന്നെ പിന്നെ പറഞ്ഞു തുടങ്ങിക്കോളും. ഇപ്പൊ നമ്മളല്ല പറയാ, ഇപ്പൊ ഇനി അവരും പറഞ്ഞു തുടങ്ങിക്കോളും. അപ്പൊ ഇത് ഇനി ചുടിദാർ സെറ്റ്, അൺസ്റ്റിച്ചഡ് സെറ്റ്. ഇത് കേരള സ്റ്റൈലിലുള്ള സാധനങ്ങൾ നമുക്ക് എപ്പോഴും റെഗുലർ ആയിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. അതിൽ കസവ് ഉള്ളത് സെന്റർ പാനലിൽ വരുന്നുണ്ട്. ബോർഡർ ഫുള്ള് പിന്നെ പാൻറ് അടക്കാം. അങ്ങനെ ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ തന്നെ. അതിൽ പാൻറ്റും ദുപ്പട്ട അങ്ങനെയാണ് ഇതിൻ്റെ വെറൈറ്റീസ് വരുന്നത്. ഇത് നോർമൽ നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ട് കഴിഞ്ഞ് കേരള ട്രഡീഷണൽ ആയിട്ട് ഇടും ചെയ്യാം. അതിന് പകരം ഇനിയിപ്പോൾ ആൾക്കാർക്ക് കേരളം അടുത്തെങ്കിൽ ടിഷ്യൂല് ഫുൾ ടിഷ്യൂല് കൊടുത്ത് എംബ്രോയിഡറി വർത്ത് കോട്ടാച്ചക്കിൽ ഒരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇതൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ഫുൾ ത്രെഡ് വർക്കിൽ അല്ലേ. ദുപ്പട്ട കൊടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് എംബ്രോയിഡറിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു ബനാറസി സ്റ്റൈലിൽ ഡിഫറെന്റ് ഒരു വെറൈറ്റിയിൽ ചെയ്തിട്ടുണ്ട്. വേറെ ഒരു വെറൈറ്റി ആണ്. അതിന്റെ ദുപ്പട്ട എന്ത് ഞങ്ങൾ ഫുൾ അങ്ങോട്ട് ബനാറസി കൊടുത്തു.
വേറൊരു ലുക്ക് വരും. ഡിഫറെന്റ് ഒരു സ്റ്റൈല്. ഫുൾ അപ്പൊ നമുക്ക് ജക്കാർഡ് ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാലും വേറെ ഫംഗ്ഷനും കൊടുക്കും ചെയ്യാം. അങ്ങനത്തെ ഇതിന്റെ തന്നെ നമുക്ക് ഡൈയബിൾ ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഓ, അതായത് ഫുൾ ടിഷ്യൂ കളർ ആയിരിക്കും. അപ്പൊ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇനി അത് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ വേഗം ഡൈ മാറ്റി കളർ മാറ്റി ഡൈ ചെയ്യാന്നല്ലേ, അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ മ്യൂറൽ പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ഫുൾ കേരള ട്രഡീഷണൽ ആയിട്ട് വരുന്നത്. ഇനി ഇത് ടിഷ്യൂല് ഫുൾ എംബ്രോയിഡറി വന്നിട്ട് നേരത്തെ കണ്ട പോലെ തന്നെ ഒരു പാർട്ടി വെയർ ദുപ്പട്ട വന്നത്. സൂപ്പർ ദുപ്പട്ട ദുപ്പട്ട വേവ് ആയിട്ടുള്ളത് നല്ല. അതിന്റെ യോക്കിലത്തെ വർക്കും നന്നായിട്ടുണ്ട് കേട്ടോ. യോക്കിന് നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മള്, നല്ല അൺസ്റ്റിച്ചഡിൽ വരുന്നത്. അതിന്റെ തന്നെ വേറൊരു മോഡൽ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുൾ വീവിങ്ങിലാണ് വരുന്നത്. കണ്ടോ അതിന്റെ ദുപ്പട്ട. ദുപ്പട്ടയും അതേപോലെ തന്നെ ഫുൾ പിന്നെ ക്രഷ് മെറ്റീരിയലില് ഒരു ക്രഷിലാണ് വന്നിരിക്കുന്നത്. ടിഷ്യൂല് ക്രഷ്, അതില് ദുപ്പട്ടയും അങ്ങനെ ഒരു ക്രഷ് സ്റ്റൈൽ കൊടുക്കും. ഇനി ചുരിദാർ മെറ്റീരിയലിൽ ഇതേപോലത്തെ ടിഷ്യൂല് ഒരുപാട് വെറൈറ്റികളാണ് വന്നിട്ടുള്ളത്. എല്ലാം നമുക്കിപ്പോൾ സമയം ഒരുപാടായതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് മാത്രം എടുത്ത് കാണിക്കുന്നത്. ഇനി നമ്മൾ പാടുന്ന പോലെ അവരും പാടി തുടങ്ങി. അതെ അതെ. ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഓൺ പ്രൊഡക്റ്റ് ആയ നമ്മൾ ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്ന പാവാട, ബ്ലൗസ് അങ്ങനെയുള്ള ഐറ്റംസുകളാണ്. ഇതൊരു നമ്മൾ എം തൊട്ട് ഒരു XXL സൈസ് വരെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ടീനേജ് പിള്ളേർക്ക് പറ്റിയത്. അതിന് പാവാടയൊക്കെ സെയിം ആയിരിക്കും. അതിന്റെ ബ്ലൗസുകൾ ഇങ്ങനെ മാറി ഫാൻസി ബ്ലൗസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കലംകാരി സ്റ്റൈലില്. അപ്പൊ അതിന്റെ ബോർഡർ നമ്മൾ കലംകാരി കൊടുക്കും. ആ ഒരു പാച്ച് വർക്ക് അതിൽ ആഡ് ചെയ്തു. പാച്ച് വർക്ക് വരുമ്പോൾ സെയിം ആ ഒരു പാവാടയ്ക്ക് പാച്ച് വർക്ക്. അപ്പൊ ഇത് ചെറിയ കുട്ടികൾക്ക് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. 22 സൈസ് മുതൽ 44 സൈസ് വരെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ഓണം സീസണിന് വേണ്ടി മാത്രമല്ല, അല്ല നമ്മൾ റെഗുലർ വെക്കുന്നല്ല. അതിപ്പോ ഈ ഒരു ഓണത്തിന് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. സാധാരണ നമ്മള് M, L, XL, XXL ആണ് ചെയ്യണത്. കുട്ടികൾക്ക് കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൈലും കൂടി ചെയ്തിട്ട്. ഓക്കെ. ഇതൊക്കെ വെറൈറ്റി ഉണ്ട് കേട്ടോ. ബ്ലൗസ് ഒരു പ്രത്യേകതയുണ്ട്. ടിഷ്യൂവിൽ നിന്ന് മാറി വേറൊരു സ്റ്റൈലിൽ കൊടുത്തിട്ടുള്ളതാണ്. കിഡ്സിൻ്റെ വെറൈറ്റീസ് വന്നു. ഇതിപ്പോൾ അടിയിലൊരു ഫ്രില്ല് ടൈപ്പ് ആയിട്ടുള്ളത്. അതിൽ സ്ലീവിലും നല്ലൊരു പഫിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കോട്ടൺ സ്ലബിൽ നമ്മളൊരു സ്കേർട്ട് ചെയ്തിട്ട് ഒരു പ്രിന്റഡ് സെമി അംബ്രേലയില് ഫ്രിൽ വർക്ക് വന്നിട്ട് കുട്ടികളൊക്കെ ഇട്ടുതരും. നല്ല രസമല്ലേ? ഇതില് ഇഷ്ടം പോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്ലീവ് കുറച്ചിട്ടായാലും. ഇത് ഹാൻഡ് വർക്ക് വരുന്നതാണ് കേട്ടോ. ഹാൻഡ് വർക്ക് ഇതുപോലെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് കളക്ഷൻസ് കാണിക്കുന്നത് മാത്രമല്ല, ഇതിന്റെ തന്നെ സെപ്പറേറ്റ് മെറ്റീരിയലില് ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു ഐറ്റാണ്. അങ്ങനെ വെറൈറ്റീസ്. പിന്നെയും സ്കേർട്ട് നോക്കുകയാണെങ്കിൽ സെയിം അത് തന്നെ. അതില് ബ്ലൗസുകൾ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അടുത്തത് നമ്മൾ ഇവിടെ ഒരു ധാവണി ചെയ്തതാണ്. ഫുൾ ജക്കാർഡ് ബ്ലൗസ് ആയിട്ട് ബ്ലാക്ക്. ഇതിന്റെ ഒരു 5 കളർ ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിന്റെ ഒരു ധാവണി. അപ്പൊ കുറച്ച് വലിയ പിള്ളേർക്ക് അതായത് M, L, XL, XXL സൈസ് വരുന്നത്. അത് പ്രിൻസസ് കട്ടാണ് അതിന്റെ ടോപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫിറ്റിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇങ്ങനത്തെ മോഡൽസിൽ നമ്മളിവിടെ ചെയ്തത് കലങ്കാരി സ്റ്റൈലിൽ ഒരു ധാവണി ചെയ്തത്. ധാവണിയുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാ ഇപ്പോൾ വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് നമ്മളത് കാണിക്കാൻ. അതിന്റെ ബ്ലൗസ് ഇങ്ങനെ വരുന്നുണ്ട്. കേരളയുടെ തന്നെ ഇതിങ്ങനെ ദുപ്പട്ട വരുന്നത് അല്ലേ? ഇതിന്റെ കളർ ഓപ്ഷൻസ് ഇങ്ങനെ പ്രിന്റുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കലംകാരിയിലല്ലേ? അപ്പോൾ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അത് റീറ്റെയിൽ കടക്കാരുടെ ഒരുപാട് വെറൈറ്റി. പക്ഷെ ഒന്നും റെഡി ആയിട്ടില്ല. ഇപ്പം സാമ്പിള് ജസ്റ്റ് ഒന്ന് 2 പീസ് ഉണ്ട്. അത് കാണിക്കാം നമുക്ക്. പെട്ടെന്ന് റെഡിയായി എന്തായാലും ഞങ്ങൾ സ്റ്റോക്ക് എത്തിക്കുന്നതായിരിക്കും. വന്നുകൊണ്ടിരിക്കുക. സ്റ്റിച്ചിങ്ങിലേക്ക് കയറിക്കൊണ്ടിരിക്കും. എടുത്ത സാമ്പിൾ പീസസ് എടുത്തതാവും അല്ലേ? ഓക്കെ. അപ്പോൾ വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ ഒക്കെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ പ്ലെയിനിൽ ടിഷ്യൂല് എല്ലാത്തിലും വരുന്നുണ്ട്.
അപ്പൊ വീഡിയോ കാണുമ്പോഴേക്ക് ഇതൊക്കെ ബൾക്ക് ആയിട്ടുണ്ടാവും, എല്ലാം എത്തിയിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി നമ്മുടെ പുതിയ ഷോറൂമിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഫുൾ സെറ്റ് ചെയ്യണത് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ആയിരിക്കും. പുതിയ ഷോറൂം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പഴയ വേഗാസിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, ദൂരത്തേക്ക് ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല, തൊട്ടപ്പുറത്ത്. അപ്പൊ നമ്മുടെ പഴയ കട അവിടെ തന്നെ ഉണ്ടാവോ? അത് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവില്ല, അതുണ്ടാവും. അപ്പൊ നമ്മളൊന്നുകൂടി സാരിയുടെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഒന്ന് കൂട്ടണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ സാരി ഷോറൂം ആക്കും ചിലപ്പോൾ. അത് പിന്നെ കുറച്ച് മെറ്റീരിയൽസ് അവിടെ ഉണ്ടാവും. അതിന്റെ തൊട്ടിപ്പുറം നമുക്ക് ഇപ്പോൾ ഒരു പ്ലാനിങ്ങിനെ നടന്നുകൊണ്ടിരിക്കുക, പല പല പ്ലാനിങ്ങിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുരിദാർ മെറ്റീരിയൽ അവിടെ വെക്കണോ, അല്ലെങ്കിൽ മെറ്റീരിയൽ എന്തായാലും ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടാ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ചാടാ, അത്രേ ഉള്ള. എന്തായാലും എല്ലാം സാരിയിൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ വെറൈറ്റീസ് ലേഡീസിന്റെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്, അണ്ടർ സ്കേർട്ട് ഉണ്ട്. ഇതൊക്കെ ശരിക്കും മെയിൻ സംഭവങ്ങളാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉള്ളിലേക്കുള്ള റണ്ണിങ് മെറ്റീരിയൽസ് വേണം, നിങ്ങൾക്ക് ഓൺ സ്റ്റിച്ചിങ്ങിന് വേണം, ഇതൊക്കെ നമുക്ക് ആ ഒരു ഷോറൂമിലുണ്ട്, എല്ലാം റെഡിയാണ്. അപ്പൊ ഓണം അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. അപ്പൊ നമുക്കൊന്ന് കുറച്ച് സ്റ്റോക്ക് ഒക്കെ വെച്ച സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഉഷാറല്ലേ? ഞങ്ങള് ഉഷാറാണ്, ഞങ്ങള് ഉഷാറാണ്. അല്ല കവിതേച്ചി ഒന്ന് കാണിച്ചങ്ങോട്ട് ഉഷാറോട്. പിന്നെ ഈ ഡമ്മിലിട്ടിരിക്കണതൊന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ ഇതിന്റെ വെറൈറ്റീസ് ആണ് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ നേരത്തെ കണ്ടു, പക്ഷെ അതിന് ഈ ഒരു പാച്ച് വർക്ക് വേറെ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് അങ്ങോട്ട് നടന്ന് കാണിച്ചാലോ? ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസൈനിങ് ടീം അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. ഇനി ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് ഒക്കെ ഇത് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഏരിയയാണ് നമ്മളുടെ. ഓക്കെ, പ്രൊഡക്ഷൻ ചെയ്തിട്ട് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ്. ഇവിടെ ഇരിക്കുന്ന മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ്. ഈ റണ്ണിങ് മെറ്റീരിയൽസ് എടുത്തിട്ടാണ് ഇവര് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇത് സെയിൽസിനല്ല, സെയിൽസിനുള്ളത് വേറെ, അതുക്കും മേലെ മൊത്തം റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒരു വെറൈറ്റി. ഇതൊക്കെ നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ചെയ്തത് നമ്മളിപ്പോ കാണിച്ചിട്ടുള്ളതിന്റെ സ്റ്റോക്സ് ആണ് കേട്ടോ ഈ മൊത്തം ഇരിക്കുന്ന ഐറ്റംസ് മൊത്തം. അപ്പോൾ ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ ഫ്ലോറുകളുണ്ട്. അത് അവിടേക്കൊക്കെ പോണോ? മതിയായി, കാരണം അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. എന്തായാലും നമ്മളെന്തായാലും ഓണത്തിന്റെ വേഷത്തിൽ നിൽക്കണം. അപ്പോൾ ഒരു ഹാപ്പി ഓണം പറയാണ്ടിരിക്കാൻ വയ്യ. ബാക്കി പിള്ളേരുകളും കൂടി ഉണ്ട്, എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് തപ്പിട്ട് വരാം, കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒപ്പിക്കാം. എല്ലാരും വിളിച്ച് ഇങ്ങോട്ട് വിളിക്കുമ്പോ എല്ലാവരും നല്ല തിരക്ക്. അപ്പോൾ ഓണത്തിന്റെ നല്ല തിരക്കിലാണ്. അപ്പോൾ ഇവരുടെ ഓണത്തിന്റെ ആഘോഷം എന്താ ഇന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനും വീഡിയോ എടുക്കാൻ ഇവിടെ ഉണ്ടായത് ഭാഗ്യം. അപ്പോൾ ഇത് കണ്ട മുണ്ടിന്റെ കളേഴ്സൊക്കെ കണ്ടോ, ഇതുപോലെ വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് സെറ്റ് സാരി സെറ്റ് മുണ്ട് എല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് അടിച്ച് പൊളിക്കല്ലേ. അപ്പോൾ ഓണം അങ്ങോട്ട് തകർക്കാം നമുക്ക്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ലൊക്കേഷൻ പറഞ്ഞേ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം പ്രസ് ക്ലബ് റോഡ്, വേഗസ് വൈശാലി, കൊച്ചു കേരളത്തിൽ കൊച്ചു കട അല്ലേ? അത് തിരുത്തേണ്ടി വരും കേട്ടോ. നേരത്തെ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് എന്താണ്, തൊട്ടപ്പുറത്ത് ഒരെണ്ണം പുതിയത് ഷോറൂം. നമ്മള് ചെറുതല്ലേ, ചെറിയ പിള്ളേരല്ലേ, ചെറിയ ഷോപ്പാണല്ലോ നമ്മുടെതല്ല. എന്തെങ്കിലും പറയണ്ടോ ഇതിനെ കുറിച്ചിട്ട്? ഇല്ല, ഞങ്ങള് അടുത്ത ഓണം തകർക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും. ഈ ചെറിയ കേരളം ചെറിയ കട എന്ന് പറയുന്നത് അത് ഞങ്ങൾ മാറ്റും. ചെറിയ കേരളത്തില് വലിയ കട, അത് ഞങ്ങൾ മാറ്റും. നമ്മളൊരു സ്വപ്നമാണ്, സ്വപ്നത്തിലേക്ക് നമ്മളിങ്ങനെ പടിപടിയായിട്ട് അതിനൊരു ബെസ്റ്റ് വിഷസ് കിടക്കട്ടെ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോയി, എല്ലാവരും ബിസിയാണ്, നല്ല തിരക്കാണ്, ഓണത്തിന്റെ തിരക്ക്. അപ്പോൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി ഞാൻ പറയാനാണ്. എറണാകുളത്ത് പ്രസ് ക്ലബ് റോഡ്, സെന്റ് തെരേസസ് കോളേജ് സ്കൂള്, അതിന്റെ ആ വഴിയാണ് പ്രസ് ക്ലബ് റോഡ് എന്ന് പറയുന്നത്. അവിടെയാണ് വേഗസ് വൈശാലി ഉള്ളത്, സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ വേഗസ് വൈശാലിന്റെ ഫുൾ ടീമിന്റെ വക എല്ലാവർക്കും, നമ്മുടെ ഓൾ കേരള അല്ല, അങ്ങനെ ഓൾ കേരള പറയാൻ പറ്റില്ല അല്ലേ, ഓൾ വേൾഡ് ഉള്ള എല്ലാ കസ്റ്റമേഴ്സിനും വേഗസ് വൈശാലിന്റെ എല്ലാ ടീമിന്റെയും നല്ലൊരു ഓണം ഞങ്ങള് ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.